ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് ആണ്. ലൈവിലിപ്പോൾ ആ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു വഴക്ക് കഴിഞ്ഞിരിക്കുകയാണ്. കിച്ചണിൽ അനുമോളും ആദിലയും തമ്മിലുള്ള ഒരു പൊരിഞ്ഞ വഴക്ക് കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ എല്ലാവർക്കും ചോറും വിളമ്പി, അതുപോലെ തന്നെ പാകത്തിന് പയറും വിളമ്പി. പക്ഷെ പയറ് കുറച്ച് മാറ്റി വെച്ചു. കാരണം പറയണത് അനുമോൾ എന്താണ് പറയുന്നത് വെച്ചാൽ കുറച്ച് ചോറ് ബാക്കിയുണ്ട്, അത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പയറാണ് മാറ്റി വയ്ക്കുന്നത്, എല്ലാവർക്കും ഈക്വലായിട്ട് ഇപ്പോൾ വിളമ്പിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഹൗസിലുള്ള ബാക്കിയുള്ളവരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പയർ എല്ലാവർക്കും ഈക്വലി പോകണം, അത് എല്ലാവർക്കുള്ള റേഷനാണ്. അപ്പോൾ പയറ് മാറ്റി വെച്ചിട്ട് വേണ്ടവർ ചോറെടുത്ത് കഴിച്ചോളും, അതിന് വേണ്ടിയിട്ട് പയർ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ഈക്വലി വിളമ്പണം എന്നതാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ അനുമോൾ എന്ത് ചെയ്താലും അത് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇടയ്ക്കെടുത്ത് ആദില വിളമ്പാനായിട്ട് എടുത്തപ്പോൾ ഞാനാണ് ഉണ്ടാക്കിയെങ്കിൽ എനിക്ക് വിളമ്പാൻ അറിയാം, ഇതിൽ നിൽക്കണ്ടെന്ന് പറഞ്ഞു ആ പയർ പാത്രം എടുത്ത് ആദിലി അങ്ങോട്ട് വലിക്കുന്നു, അനുമോൾ ഇങ്ങോട്ട് വലിക്കുന്നു. ശരിക്കും ഒരു ചെറിയൊരു പയറിൻ്റെ പേരിലാണ് കിച്ചണിൽ വെറുതെ കിടന്ന് വഴക്കുണ്ടാക്കുന്നത്. ഇത്രയും വലിയ ഇഷ്യൂ ഉണ്ടാക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അനീഷാണെങ്കിൽ അനുമോളെയാണ് സപ്പോർട്ട് ചെയ്തത്. ഇവിടെ ഇപ്പോൾ നല്ല സ്മൂത്തായിട്ട് പോകുമായിരുന്നു, ഒരു പ്രശ്നത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. വെറുതെ കയറി ആദിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കണ പോലെ എന്നുള്ള രീതിക്കാണ് അനീഷിൻ്റെ സംസാരം. അപ്പോൾ അനീഷ് പറയുന്നത് എല്ലാവർക്കും വേണ്ട രീതിയിൽ പയർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ്. ഈ സമയം അക്ബർ കഴിഞ്ഞ വീക്കത്തെ കാര്യങ്ങളൊക്കെ എടുത്തിടുന്നുണ്ട്. അക്ബർ പറയുന്നുണ്ട് ഈ ചോറ് എങ്ങനെ ബാക്കി വരും, കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ്റെ അടുത്ത് നീ ഇങ്ങനെ കാണിച്ചു കൊടുത്തതല്ലേ ചോറ് ബാക്കി വന്നു എന്ന് പറഞ്ഞു, അപ്പോൾ നിനക്ക് കറക്റ്റ് ചോറുണ്ടാക്കിയാൽ പോരെ, ഇത് ശരിയല്ല, പയർ എല്ലാവർക്കും ഈക്വലി പോകണം. ഈ ഷാനവാസ് ആണെങ്കിലും എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. അനുമോളെ എതിർത്ത് സംസാരിച്ചു ഷാനവാസ്. എന്നിട്ട് പറഞ്ഞു അനുമോൾ ഇനി അത് മനസ്സിലാക്ക് എന്നിട്ട് പെരുമാറി എന്ന് പറയുമ്പോഴും അനുമോൾ അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് പിന്നെ അനുമോൾ സ്ഥിരം ചെയ്യുന്നത് മാതിരി ഇനി ഞാൻ കിച്ചൺ ടീമിൽ നിന്ന് ഇറങ്ങാൻ പോകണം, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് കിച്ചൺ ടീമിൽ നിന്ന് അങ്ങനെ അനുമോൾ ഒഴിഞ്ഞിരിക്കുകയാണ്. ആ സ്ഥാനത്തേക്ക് നെവിനെ റീപ്ലേസ് ചെയ്തിരിക്കുകയാണ് ന്യൂറ, ക്യാപ്റ്റനായിട്ടുള്ള ന്യൂറ അത് പറയുകയും ചെയ്തു. ഇനി മുതൽ കിച്ചണിൽ നെവിനായിരിക്കും അനുമോൾക്ക് പകരം റീപ്ലേസ് ചെയ്യുന്നത്, അനുമോളെ വെസൽ ടീമിലേക്ക് മാറ്റിയിരിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്ര ഒരു ചെറിയൊരു പയറിൻ്റെ പേരിലായിരുന്നു ആ വലിയൊരു വഴക്ക് കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അനുമോള് ആദിലായിട്ട് നല്ല വാക്കുതർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി മാറി നിന്ന് കഴിക്കുകയാണ്, ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ കളിയാക്കുന്നുണ്ട്. അതിൽ വെറുതെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മാക്സിമം അനുമോളെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അനുമോള് വഴക്കിട്ട് ഒറ്റയ്ക്ക് മാറി നിന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു വഴക്കിനുണ്ടായ കാരണങ്ങൾ. അപ്പോൾ ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ.